ഗുഡ് മോർണിംഗ്, ഏവർക്കും സ്റ്റഡി നിഫ്റ്റി മലയാളത്തിൻ്റെ ഡെയിലി മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ന് മെയ് 15 വെള്ളിയാഴ്ചയാണ്. ഇന്നത്തെ ഏറ്റവും ബ്രേക്കിംഗ് ആയിട്ടുള്ള വാർത്ത എന്ന് പറയുന്നത് പെട്രോൾ ഡീസൽ വിലയിൽ 3 രൂപയുടെ വർധനവ് ഇന്ന് രാവിലെ 6 മണി മുതൽ പ്രാബല്യത്തിൽ വന്നതായി കേന്ദ്ര സർക്കാർ അറിയിച്ചിരിക്കുന്നു. ഓയിൽ മാർക്കറ്റിംഗ് കമ്പനികളൊക്കെ വലിയ നഷ്ടം നേരിട്ടുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള വാർത്തകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ എല്ലാ മാധ്യമങ്ങളും പെട്രോൾ ഡീസൽ വില ഉടൻ തന്നെ വർദ്ധിപ്പിക്കും എന്ന രീതിയിലുള്ള വാർത്തകളും കൊണ്ടുവന്നിരുന്നു. ഇപ്പോഴിതാ അത് യാഥാർത്ഥ്യമായിരിക്കുന്നു. പെട്രോൾ ഡീസൽ വിലകൾ 3 രൂപ വരെ വർദ്ധിക്കും എന്ന് കേന്ദ്ര സർക്കാർ അറിയിച്ചു. ഇന്നത്തെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള വാർത്ത ഇത് തന്നെയാണ്. ഏതായാലും ഇത് എത്തരത്തിലായിരിക്കും മാർക്കറ്റിനെ എഫക്റ്റ് ചെയ്യുക എന്ന് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. ഇന്നലെ നിഫ്റ്റിയും മിഡ് ക്യാപ്പും കൂടാതെ നിഫ്റ്റി ബാങ്കും എല്ലാം 1% മുകളിൽ നേട്ടത്തിലാണ് ക്ലോസ് ചെയ്യുന്നത്. US മാർക്കറ്റുകൾ പോസിറ്റീവിലായിരുന്നെങ്കിലും ഇന്നിപ്പോൾ ഓപ്പൺ ചെയ്തിരിക്കുന്ന ഗിഫ്റ്റ് നിഫ്റ്റി നെഗറ്റീവിലാണ്. ഇനി ഇന്നത്തെ കീ ഇവൻറ്റ്സ് ആയിട്ട് പറയാനുള്ളത്, USA നിന്നും ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ ഡാറ്റ ഇന്നാണ് പുറത്തു വരുന്നത്. ഇന്ത്യയിൽ നിന്നും പുറത്തു വരുന്ന 2 ഡാറ്റകൾ ഇന്ത്യൻ ട്രേഡ് ബാലൻസ് ഡാറ്റയും FX റിസർവ്സ് ഡാറ്റയുമാണ്. കൂടാതെ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങും തമ്മിലുള്ള ചർച്ചയുടെ ഫലങ്ങൾ എന്തായിരിക്കും എന്ന് ഗ്ലോബൽ മാർക്കറ്റുകൾ ഉറ്റുനോക്കുന്നുണ്ട്. അത് ഇന്നത്തെ കീ ഫോക്കസിലുള്ള ഒരു കാര്യം തന്നെയാണ്. കൂടാതെ ബ്രിക്സ് ഫോറിൻ മിനിസ്റ്റേഴ്സ് മീറ്റിംഗ് ഇന്ത്യയിൽ വെച്ച് നടക്കുന്നുണ്ട്. അതിൻ്റെ 2ാം ദിവസത്തിലേക്ക് കടന്നിരിക്കുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നെതർലാൻഡ്സ്, UAE, സ്വീഡൻ, നോർവേ, ഇറ്റലി തുടങ്ങിയ രാജ്യങ്ങൾ സന്ദർശിക്കുന്നുണ്ട്. അവിടെ ഒപ്പിടുന്ന കരാറുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയി വരും. കൂടാതെ ഇന്ന് റിസൾട്ട് വരുന്ന ധാരാളം കമ്പനികളുണ്ട്. ആംബർ എൻ്റർപ്രൈസസ്, ബൽറാംപൂർ ചിനി മിൽസ്, കൊച്ചിൻ ഷിപ്പ്യാർഡ്, ഹിന്ദുസ്ഥാൻ കോപ്പർ, NCC ലിമിറ്റഡ് തുടങ്ങിയ കമ്പനികളുടെയൊക്കെ റിസൾട്ടുകൾ പുറത്തു വരുന്നുണ്ട്. ഇന്നലെ ഇന്ത്യയുടെ WPI ഇൻഫ്ലേഷൻ ഡാറ്റ പുറത്തു വന്നിരുന്നു. ഏപ്രിൽ ഹോൾസെയിൽ പണപ്പെരുപ്പം 42 മാസത്തെ ഉയർന്ന നിലയിൽ എത്തിയിട്ടുണ്ട്. ഏപ്രിൽ മാസത്തിൽ ഇന്ത്യയിലെ ഹോൾസെയിൽ പ്രൈസ് ഇൻഫ്ലേഷൻ 8.3% ഉയർന്നു. മാർച്ചിൽ അത് വെറും 3.88%. അതുകൊണ്ടാണ് ഇത്ര വലിയൊരു വർധനവുണ്ടായത്. 42 മാസത്തിനിടയിലെ ഏറ്റവും ഉയർന്ന വർധനവുണ്ടായത്. ഈ ക്രൂഡ് ഓയിൽ, പെട്രോളിയം ഉൽപ്പന്നങ്ങൾ കൂടാതെ നാച്ചുറൽ ഗ്യാസ് എന്നിവയുടെ വില കുത്തനെ ഉയർന്നതാണ് ഭക്ഷ്യവസ്തുക്കളുടെയും ഇന്ധനങ്ങളുടെയും വില വർദ്ധിക്കാൻ കാരണമായത്. ഇതുതന്നെയാണ് WPI ഇൻഫ്ലേഷൻ ഇങ്ങനെ വർദ്ധിക്കാനുള്ള കാരണവുമായത്. WPI ഇൻഫ്ലേഷൻ വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം നിർമ്മാതാക്കളുടെ ചെലവ് വർദ്ധിച്ചു കഴിഞ്ഞാൽ അത് ഭാവിയിൽ CPI ഇൻഫ്ലേഷനിൽ പ്രതിഫലിക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ്. ഇനി ഗ്ലോബൽ മാർക്കറ്റുകളിൽ ആദ്യം US മാർക്കറ്റുകൾ. അമേരിക്കൻ ഓഹരി വിപണികൾ വ്യാഴാഴ്ച ശക്തമായ മുന്നേറ്റമാണ് രേഖപ്പെടുത്തിയത്. ടെക് ഓഹരികളിലെ കുതിപ്പും ശക്തമായിട്ടുള്ള സാമ്പത്തിക ഡാറ്റയും വിപണിക്ക് പിന്തുണയായി. അതേസമയം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങുമായുള്ള നിർണായക കൂടിക്കാഴ്ചയിൽ നിന്നുള്ള വാർത്തകളും നിക്ഷേപകർ ശ്രദ്ധയോടെയാണ് വീക്ഷിക്കുന്നത്. 3 പ്രധാനപ്പെട്ട US സൂചികകളും നേട്ടത്തിൽ ക്ലോസ് ചെയ്തു. പ്രത്യേകിച്ച് S&P 500ഉം നാസ്ഡാക്കും വീണ്ടും റെക്കോർഡ് ഹൈ ടച്ച് ചെയ്യുകയുണ്ടായി. ഡൊണാൾഡ് ട്രംപിനൊപ്പം ഉച്ചകോടിയിൽ ഒരുപാട് വലിയ നേതാക്കളും പങ്കെടുക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ബിസിനസ് നേതാക്കൾ. എലോൺ മസ്ക്, ടെസ്ലയുടെ CEO, കൂടാതെ എൻവിഡിയയുടെ CEO ജെൻസൺ ഹോങ് തുടങ്ങിയവരെല്ലാം അതിൽ പങ്കെടുക്കുന്നുണ്ട്. ഇന്നലെ US ടെക് ഓഹരികൾ തന്നെയാണ് കൂടുതൽ നേട്ടമുണ്ടാക്കിയത്. അവിടെ നഷ്ടമുണ്ടാക്കിയത് മെറ്റീരിയൽ സെക്ടറുമായിരുന്നു. ഇന്നിപ്പോൾ ഓപ്പൺ ചെയ്തിരിക്കുന്ന ഏഷ്യൻ മാർക്കറ്റുകളിൽ ജപ്പാൻ മാർക്കറ്റ് നിക്കി 0.22% ഇടിവിലും കോസ്പി മാർക്കറ്റ് 0.26% ഇടിവിലുമാണ് ട്രേഡ് ചെയ്യുന്നത്. പെട്രോൾ ഡീസൽ വില വർധനവ് വന്നതോടെ ഇപ്പോഴിതാ ഓപ്പൺ ചെയ്തിരിക്കുന്ന ഗിഫ്റ്റ് നിഫ്റ്റി പെട്ടെന്ന് തന്നെ ഏകദേശം 100 പോയിൻറ്റ്സിന് അടുത്ത് ഇടിഞ്ഞിരിക്കുകയാണ്. ഇപ്പോഴത്തെ ഒരു നില വെച്ച് നിഫ്റ്റിയിൽ ഏകദേശം 10 മുതൽ 20 പോയിൻറ്റ്സിൻ്റെയൊക്കെ ഗ്യാപ് ഡൗൺ ഓപ്പണിങ്ങിനാണ് സാധ്യതയുള്ളത്. മറ്റ് അസറ്റ് ക്ലാസ്സുകളിലേക്ക് വന്നാൽ ക്രൂഡ് ഓയിൽ പ്രൈസുകൾ വീണ്ടും നേട്ടത്തിൽ തന്നെയാണ്. ബ്രന്റ് ഫ്യൂച്ചേഴ്സ് ഏകദേശം 1% നേട്ടത്തിൽ $107 തന്നെയാണ് ട്രേഡ് ചെയ്യുന്നത്. ഇന്ത്യയെ പോലുള്ള ഓയിൽ ഇമ്പോർട്ടിംഗ് രാജ്യങ്ങളെ സംബന്ധിച്ച് ഈ ഓയിൽ പ്രൈസുകൾ ഇങ്ങനെ വലിയ രീതിയിൽ തന്നെ ഉയരുന്നത് വലിയ ബുദ്ധിമുട്ട് തന്നെയാണ് സൃഷ്ടിക്കുക. ഇനി സ്പോട്ട് ഗോൾഡിൽ വലിയ മാറ്റമില്ലാതെയാണ് ഇന്നലെ വ്യാപാരം അവസാനിച്ചത്. കേരളത്തിലെ ഗോൾഡ് പ്രൈസ് ഇന്നലെ പവന് 1,19,040 എന്ന നിലയിലാണ്. സ്വർണത്തിൻ്റെയൊക്കെ ഇമ്പോർട്ട് തീരുവ 6% നിന്ന് 15% ഉയർത്തിയതിന് ശേഷം ഗോൾഡ് വിലയിലേക്ക് വലിയ വർധനവ് ഉണ്ടാകും എന്ന രീതിയിലുള്ള ആശങ്കകളുണ്ട്. ക്രിപ്റ്റോ കറൻസിയിലേക്ക് വന്നാൽ ബിറ്റ്കോയിൻ 2.5% നേട്ടത്തിൽ $81,000 ട്രേഡ് ചെയ്യുന്നു. ഇന്നത്തെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ആദ്യത്തെ സെഷനിൽ ഇവിടെ പറഞ്ഞു പോയിട്ടുള്ളത്. ഇത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ്. ഇന്നേ ദിവസം നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളായിരുന്നു ഇത്. അപ്പോൾ ആരെങ്കിലും നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ദയവുചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.
സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച് കൂടുതലായിട്ട് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക്, പ്രത്യേകിച്ചും F&O ട്രേഡിങ്ങിലൊക്കെ നിങ്ങൾക്ക് കൂടുതൽ എക്സ്പേർട്ട് ആവണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് സ്ട്രാറ്റജി ബിൽഡിംഗ്, OI അനാലിസിസ് അടക്കമുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ നമ്മൾ എടുക്കുന്നുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും ആ കോഴ്സിൽ ജോയിൻ ചെയ്യാനും, കൂടാതെ F&O മാത്രമല്ല ഇക്വിറ്റി ട്രേഡിങ്ങിലും നിങ്ങൾക്ക് നന്നായി ഒരു നല്ല ബെറ്ററായിട്ട് ട്രേഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനുള്ള ഫണ്ടമെൻ്റൽ അനാലിസിസ്, ടെക്നിക്കൽ അനാലിസിസ്, ചാർട്ട് അനാലിസിസ്, ട്രേഡിംഗ് വ്യൂ എന്നിവയെക്കുറിച്ചൊക്കെയുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ്സുകളും നമ്മൾ കൊടുക്കുന്നുണ്ട്. തൊട്ടുമുകളിൽ വാട്സപ്പ് നമ്പർ നൽകിയിട്ടുണ്ട്. ആ നമ്പറിൽ മെസ്സേജ് അയച്ച് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഇന്ന് ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ചില Q4 റിസൾട്ടുകളിലേക്ക്. ആദ്യം ടാറ്റ മോട്ടോഴ്സ് പാസഞ്ചർ വെഹിക്കിൾസ് എന്ന കമ്പനിയാണ്. ഇന്നലെ ടാറ്റ മോട്ടോഴ്സിൻ്റെ മികച്ച ഒരു റിസൾട്ട് നമ്മൾ കണ്ടിരുന്നതാണ്. എന്നാൽ ഇത്തവണ ടാറ്റ മോട്ടോഴ്സ് PVയിലേക്ക് വരുമ്പോൾ നെറ്റ് പ്രോഫിറ്റിൽ 31.7% ഇടിവാണ് വന്നിരിക്കുന്നത്. 5,783 കോടി രൂപയായിട്ടാണ് പ്രോഫിറ്റ് ഉള്ളത്. റവന്യൂവിൽ 7.2% വർധനവ് രേഖപ്പെടുത്തി. 1,05,447 കോടി രൂപയായിട്ടാണ് റവന്യൂ റിപ്പോർട്ട് ചെയ്തത്. ഇനി അപ്പോളോ ടയേഴ്സാണ് മികച്ച റിസൾട്ട് തന്നെ. 241.8% വർധനവ് നെറ്റ് പ്രോഫിറ്റിലുണ്ടായിരിക്കുന്നു. 631 കോടി രൂപയായിട്ടാണ് പ്രോഫിറ്റ് റിപ്പോർട്ട് ചെയ്തത്. റവന്യൂവിൽ 14.2% വർധനവ് രേഖപ്പെടുത്തി. 7,335.7 കോടി രൂപയിലാണ് റവന്യൂ റിപ്പോർട്ട് ചെയ്തത്. അടുത്തത് LT ഫുഡ്സ് എന്ന കമ്പനിയാണ്. നെറ്റ് പ്രോഫിറ്റിൽ 15.5% ഇടിവ് വന്നിരിക്കുന്നു. 135.7 കോടി രൂപയായിട്ടാണ് പ്രോഫിറ്റ് ഉള്ളത്. റവന്യൂവിൽ 30.4% വർധനവ് രേഖപ്പെടുത്തി. 2,906.7 കോടി രൂപയിലാണ് റവന്യൂ ഉള്ളത്. അടുത്തത് ദിലീപ് ബിൽഡ്കോൺ എന്ന കമ്പനിയാണ്. പ്രോഫിറ്റിൽ 63.7% ഇടിവാണ് വന്നിരിക്കുന്നത്. 62.05 കോടി രൂപയായിട്ടാണ് പ്രോഫിറ്റ് ഉള്ളത്. റവന്യൂവിൽ 25.7% ഇടിവും രേഖപ്പെടുത്തിയിരിക്കുന്നു. മറ്റൊരു കമ്പനി JSW സ്റ്റീലാണ്. മികച്ച റിസൾട്ട് തന്നെ. പ്രോഫിറ്റിൽ 11 മടങ്ങിൻ്റെ വർധനമാണ് ഇപ്പോൾ ഇത്തവണ ഉണ്ടായിരിക്കുന്നത്. 16,370 കോടി രൂപയിലാണ് പ്രോഫിറ്റ് ഉള്ളത്. റവന്യൂവിൽ 14.2% വർധനവ് വന്നു. 51,180 കോടി രൂപയിലാണ് റവന്യൂ ഉള്ളത്. മറ്റൊരു കമ്പനി ഷീല ഫോമാണ്. നെറ്റ് പ്രോഫിറ്റിൽ 7 മടങ്ങിൻ്റെ വർധനവ് വന്നിരിക്കുന്നു. 91.3 കോടി രൂപയിലാണ് പ്രോഫിറ്റ് രേഖപ്പെടുത്തിയത്. റവന്യൂവിൽ 23.6% വർധനവ്. 1,050.1 കോടി രൂപയിലാണ് റവന്യൂ റിപ്പോർട്ട് ചെയ്തത്. മറ്റൊരു കമ്പനി മുത്തൂറ്റ് ഫിനാൻസ് ആണ്. പ്രോഫിറ്റായിട്ട് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് 3,086.2 കോടി രൂപ. 104.7% ശക്തമായിട്ടുള്ള ഒരു വർധനവ് പ്രോഫിറ്റിലുണ്ടായിരിക്കുന്നു. നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകത്തിൽ 78.8% വർധനവും റിപ്പോർട്ട് ചെയ്തു. മറ്റൊരു കമ്പനി ഗ്രേറ്റ് ഈസ്റ്റേൺ ഷിപ്പിംഗ് കമ്പനി GESE എന്ന കമ്പനി. പ്രോഫിറ്റിൽ 188% വർധനവ്. 1,044.1 കോടി രൂപയിലാണ് പ്രോഫിറ്റ് ഉള്ളത്. റവന്യൂവിൽ 23.6% വർധനവും റിപ്പോർട്ട് ചെയ്തു. മറ്റൊരു കമ്പനി വെൽപ്സൺ എൻ്റർപ്രൈസസ് ആണ്. നെറ്റ് പ്രോഫിറ്റായിട്ട് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് 145.2 കോടി രൂപയാണ്. അതായത് ഇയർ ഓൺ ഇയറിൽ 44.9% വർധനവാണ് റിപ്പോർട്ട് ചെയ്തത്. റവന്യൂവിൽ 13.8% വർധനവ് രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇന്ന് റിസൾട്ട് വരുന്ന പ്രധാനപ്പെട്ട കമ്പനികൾ ടാറ്റ സ്റ്റീൽ, പവർ ഗ്രിഡ്, ഏത്തർ ഇൻഡസ്ട്രീസ്, ആംബർ എൻ്റർപ്രൈസസ്, അലംപിക് ഫാർമ, ബജാജ് ഇലക്ട്രോണിക്സ്, ഗ്ലാൻ ഫാർമ, ഗോഡ്ഫ്രി ഫിലിപ്സ്, ഗോദ്രേജ് ഇൻഡസ്ട്രീസ്, ഹിന്ദുസ്ഥാൻ കോപ്പർ, ITC ഹോട്ടൽ, കൃഷ്ണ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ്, NCC, NHPC, പ്രീമിയർ എനർജീസ്, സെയിൽ, സിംഫണി തുടങ്ങിയവയാണ്. FIA-DA ഡാറ്റയിലേക്ക്. അങ്ങനെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം FIAസും DIAസും ബൈയിങ്ങിലേക്ക് മടങ്ങി വന്ന ഒരു ദിവസമായിരുന്നു ഇന്നലെ. FIAs 187 കോടി രൂപയ്ക്കാണ് ബൈ ചെയ്തത്. DIAs ആവട്ടെ 684 കോടി രൂപയ്ക്ക് ബൈ ചെയ്തു. ഇന്നിവിടെ നമ്മൾ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഏറ്റവും ഓതറൈസ്ഡ് ആയിട്ടുള്ള സൈറ്റുകളായ മണി കൺട്രോൾ, മിൻറ്റ്, റോയിറ്റേഴ്സ്, CNBC, ഫിനാൻഷ്യൽ എക്സ്പ്രസ് തുടങ്ങിയ മാധ്യമങ്ങളിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്. മറ്റുള്ളവയെല്ലാം നമ്മുടെ വ്യൂസ് മാത്രമാണ്. ഒരിക്കലും റെക്കമെൻഡേഷൻ അല്ല. നിങ്ങളുടെ എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി മാത്രമാണ് ഷെയർ ചെയ്യുന്നത്. മറ്റൊരു കാര്യം കൂടി പറയാനുള്ളത്, ഇന്നലത്തെ പോസ്റ്റ് മാർക്കറ്റ് വീഡിയോ നമ്മുടെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്യുന്നുണ്ട്. എല്ലാവരും ആ വീഡിയോ കൂടി ഒന്ന് കാണാൻ ശ്രമിക്കുക. എങ്കിൽ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ പൂർത്തിയാവുകയാണ്. ആരും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. എങ്കിൽ നന്ദി.